ഇന്ന് രാഹുലേട്ടൻ്റെ പിറന്നാളാണ്. സാധാരണ ഞാൻ എല്ലാ പിറന്നാളിനും നൈറ്റ് തന്നെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് സർപ്രൈസോ കൊടുക്കാറുണ്ട്. ഗിഫ്റ്റായിട്ട് എയർപോഡ്സോ വാച്ചോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ഷർട്ട്സോ എന്തെങ്കിലും ഗിഫ്റ്റ് എൻ്റെ വക ഞാൻ എല്ലാ വർഷവും കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്തില്ല, കേക്ക് കട്ട് ചെയ്തില്ല, 12 മണിക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല, വിഷ് ചെയ്തിട്ടില്ല. പകരം രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ ബർത്ത്ഡേ വിഷ് കൊടുത്തിട്ട് നേരെ അമ്പലത്തേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പാലക്കാട് ഈ പല്ലശ്ശനിക്ക് വരണമെന്ന്. ഇവിടെ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പക്ഷെ ആ ഒരു ആഗ്രഹം നമുക്ക് ഇപ്പോൾ ഈ ഒരു നല്ലൊരു ദിവസത്തിൽ സാധിക്കാൻ പറ്റിയിട്ടോ. അതുപോലെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വിശേഷാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് മീനൂട്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അവിടെ നിന്ന് ഇവിടെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെ പോയാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഞാനവിടെ മീനൂട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് മേലെ നിന്ന് ഒരു സ്റ്റാഫ് ഇങ്ങനെ പറയുന്നുണ്ട്, കവറൊന്നും ഇവിടെ ഇടരുത് കേട്ടോ എന്ന്. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, അതിൽ തന്നെ ഇടണം. നിങ്ങളും പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. നല്ലൊരു അമ്പലമാണ്. നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവ് വൈബും അതേപോലെ തന്നെ നമുക്ക് പിന്നെയും അവിടെ പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഉള്ളിലൊന്നും ഫോണൊന്നും കയറ്റില്ല, നമ്മൾ വഴിപാടൊക്കെ ചെയ്ത് അങ്ങനെ തിരിച്ചു. അത്യാവശ്യം കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ എന്താ ഗിഫ്റ്റ് ചെയ്തെന്ന് അറിയണ്ടേ? ഒരു അടിപൊളി സദ്യയായിരുന്നു. എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ ആദ്യം ഉണ്ടാക്കിയ കറി വെള്ളരിക്ക പച്ചടിയാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് റെസിപ്പി ഞാൻ ഷോർട്സ് ആക്കിയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ സദ്യക്കൊക്കെ ഉണ്ടാവുന്ന സാമ്പാറില്ല, സെയിം ടേസ്റ്റിൽ നല്ലൊരു അടിപൊളി സാമ്പാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും സാമ്പാർ എന്തിനാ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമുക്കത് പിന്നെയും യൂസ് ചെയ്യാമല്ലോ. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലൊക്കെ എടുത്ത് വെച്ചാൽ യൂസ് ചെയ്യാം, കേടാവത്തില്ല. ഒരു 3-4 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ കേടാവാതെ ഇരുന്നോളൂ കേട്ടോ. രാഹുലേട്ടനാണെങ്കിൽ ഇങ്ങനെ പിറന്നാളിനൊന്നും ഇത്രയും കറികളൊന്നും കൂട്ടിയിട്ട് ഒരു സദ്യ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു നല്ലൊരു സദ്യ പിറന്നാളിന് കഴിക്കണം അല്ലെങ്കിൽ കുടിക്കണം എന്നുള്ളത്. അതാകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും സൂക്ഷിക്കാം. ഇതിൻ്റെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡിന്റെ ഒക്കെ രുചി നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അല്ലെ. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡിയായി, സാമ്പാർ റെഡിയായി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നല്ലൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ആയിരുന്നു. നല്ല ട്രഡീഷണൽ ഒതന്റിക് ടേസ്റ്റിൽ കേട്ടോ. പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കി. ഈ ക്യാബേജ് തോരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാബേജ് ഇഷ്ടമില്ലാത്തവർ പോലും ഈ ക്യാബേജ് കഴിക്കും. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. അങ്ങനെ പിന്നെ മാമ്പഴപ്പുളിശ്ശേരിക്ക് ഞാൻ എല്ലാം വറവൊക്കെ ഇട്ട് അടിപൊളിയായി അത് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രുചികളൊന്നും നമ്മൾ ഇനിയിപ്പോൾ രാഹുലേട്ടനാണെങ്കിൽ പോലും അതൊന്നും ഒരിക്കലും മറക്കത്തില്ല. അത്രയും ടേസ്റ്റിലായിരുന്നു കേട്ടോ ഞാനത് ഉണ്ടാക്കിയത്. രാഹുലേട്ടന് ഭയങ്കര ഇഷ്ടമായി ഞാൻ കൊടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു ബീട്രൂട്ട് പച്ചടി. ഇതും നല്ല അടിപൊളി ഈറ്റനെ വന്നിട്ടുണ്ട്. എല്ലാം ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാൻ പറ്റുന്ന ആ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു 2 ദിവസത്തേക്ക് വരെ അത് എടുത്ത് വെക്കാൻ പാകത്തിനുള്ള ക്വാണ്ടിറ്റി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ക്യാരറ്റ് തോരൻ. ഈ ഒരു ക്യാരറ്റ് തോരന്റെ പ്രത്യേകത ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ റെസിപ്പിയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. പിന്നെ പപ്പടം കാച്ചിയുണ്ട്. പിറന്നാളിന് പപ്പടം കാച്ചണം, അത് നിർബന്ധമാണല്ലോ. അങ്ങനെയാണ് ഞാൻ പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് പായസം ഉണ്ടാക്കാൻ പറ്റിയില്ല. പാലടയുടെ മിക്സും പാലൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 4 പാക്കറ്റ് പാലൊക്കെ പായസം ഉണ്ടാക്കണം, ഓഫീസിൽ കൊണ്ടുപോകുന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ പായസം ഓൾറെഡി വഴിപാട് ചെയ്തപ്പോൾ കുറച്ച് കടുമധുരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആർഭാടായിട്ട് വെറുതെ ഉണ്ടാക്കണ്ടല്ലോ, വേസ്റ്റ് ആക്കണ്ടല്ലോ. കുറേ മധുരം കഴിക്കണം. രാഹുലേട്ടനും അങ്ങനെ മധുരം കഴിക്കത്തില്ല. ഞാൻ പായസം ഉണ്ടാക്കില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സദ്യ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ഇലയിലിരിക്കുന്ന പായസവും അപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ്. ബാക്കി കറികളും മോരൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ.